ഹരേ കൃഷ്ണ. എൻ്റെ സ്വന്തം ഗുരുവായൂരപ്പ, നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഭഗവാന്റെ ലീലകൾ മുന്നോട്ട് ചർച്ച തുടരുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഭഗവാന്റെ വായുടെ ഉള്ളിൽ എങ്ങനെയാണ് യശോദ അമ്മ ബ്രഹ്മാണ്ടങ്ങളെയൊക്കെ കണ്ടത് എന്ന് നമ്മൾ പഠിച്ചു. പിന്നെ ഉണ്ണിക്കണ്ണൻ എങ്ങനെയാണ് കൂട്ടുകാരുമായിട്ട് വെണ്ണ മോഷ്ടിക്കുന്നതും അതൊക്കെ പഠിച്ചു. ശ്രീമദ് ഭാഗവത്തിൽ ഈ ലീലകളൊക്കെ കൂടുതൽ വിശദമായിട്ടുണ്ട്. ഗർഗഭാഗത്തിൽ കുറച്ച് ചുരുക്കിയാണ് തന്നിരിക്കുന്നത്. എന്തായാലും അടുത്ത ഭഗവാന്റെ ലീലകൾ എന്താണെന്ന് നമുക്ക് നോക്കാം, ചർച്ച തുടരാം. ഇനി ചർച്ച തുടരുന്നതിന് മുമ്പേ ഗുരു പ്രണാമ മന്ത്രങ്ങൾ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്തസ്യ ജ്ഞാനാഞ്ജനശലാഘായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവൈ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സഹഗണ രഘുനാഥാൻവിദന്തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാൻവിദംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതി ജയപതാകസ്വാമിനിധി നാമിനെ. നമാചാര്യപാദായ നിതായ കൃപപ്രദായിനെ ഗൗരകഥാധാമധായ നിഗ്രഗ്രാമധാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിധി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീ നാമിനെ. ശ്രീപാർഷഭാനുഭീ ദേവി ദൈതായ കൃപാബ്ധിയേ കൃഷ്ണസംബന്ധവിജ്ഞാനദായിനേ പ്രഭവേ നമഃ. മാധുര്യോജ്വലപ്രേമാഢ്യ ശ്രീരൂപാനുജഭക്തിദാ ശ്രീഗൗരകരുണാശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദിനധാരിണേ രൂപാനുഗതിതവസിദ്ധാന്തദ്വന്ദ്വഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാദ് വൈരാഗ്യമൂർത്തയേ വിപ്രലംബരസാംബോധേ പാദാംബുജായിതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗവരായിതേ. ഗൗരാവിർഭാവഭൂമേസ്തം നിർദ്ദിഷ്ടസജ്ജനപ്രിയ വൈഷ്ണവസർവഭൗമ ശ്രീജഗന്നാഥായ തേ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായിതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനേ ഗൗരത്വസേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപദം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. വേദാം സുരദോ ഭംഗൗർമമ മന്ദമതേർഗതി മത്സർവസ്വപാദാംബോജോ രാധാമദനമോഹനോ ദിവ്യവൃന്ദാരണ്യകൽപദ്രുമദ ശ്രീമദ്രത്നാകാരസിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീലഗോവിന്ദദേവോ പ്രേഷ്ഠാലഭേ സേവ്യമാനോ സ്മരാമി. ശ്രീമദ്ദാസരസാരംഭീ വംശീവരത്തരസ്ഥിത കർഷൻ വേണുസ്വനേർഗോപീർഗോപീനാഥശ്രീയസ്തുനാ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद. हरे कृष्ण 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 हरे 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 राम 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 हरे हरे कृष्ण 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 हरे हरे राम 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 हरे
ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. മുഖം കരോതി വാചാലം ഭംഗം ഭംഗായതി ഗിരിം യത്കൃപാദമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യം ഹരി ഓം തത്സത്. നമുക്ക് ചർച്ച തുടരാം. നിങ്ങൾ വിചാരിക്കും ഈ തിലക് എങ്ങനെ ഈ രണ്ട് നിറത്തിലായ, അത് മനസ്സിലായല്ലോ. അത് തിലകിട്ട് കഴിയുമ്പം ഉണങ്ങിക്കഴിയുമ്പോൾ ഇങ്ങനെയും ഇങ്ങനെയും. ഇത് രാധാകുണ്ട് തിലക്കാണ്. രാധാകുണ്ട് ഭഗവാൻ എന്നും കുളിക്കുന്ന സ്ഥലം, ഗോവർദ്ധൻ്റെ അടുത്തായിട്ടുള്ള ശ്രീമതി രാധാറാണിയുടെ പ്രിയപ്പെട്ട സ്ഥലം. അന്നേരം കുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളം എന്നാണ് ബ്രജഭാഷയിൽ. അന്നേരം ആ രാധാകുണ്ടിലെ ആ മണ്ണാണ് ഈ തിലകം. ഓക്കെ, ഇത് പല ഭക്തർക്കും അറിയാം. അറിയാത്ത ആരെങ്കിലും ഭക്തരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് പറഞ്ഞത്. നമുക്ക് ചർച്ച തുടരാം. അന്നേരം എൻ്റെ സ്വന്തം ഗുരുവായൂരപ്പ എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം ഗുരുവായൂരപ്പനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ വീഡിയോയിൽ ഗർഗഭാഗവത്തിൽ നിന്നാണ് ഭഗവാന്റെ ലീലകൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്തുകൊണ്ട് ഗർഗഭാഗവത്തിലൂടെ നമ്മൾ ശ്രീമദ് ഭാഗവത്തെ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. ഇതിൽ ശ്രീമദ് ഭാഗവത്തിലുള്ള പല ലീലകളുണ്ട്, അതിൻ്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുമുണ്ട്, വളരെ രസകരമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് മുന്നോട്ട് നമ്മൾ ചർച്ച തുടരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ആദ്യം ചെയ്യേണ്ടത് എല്ലാവരും കമൻസിൽ എൻ്റെ സ്വന്തം ഗുരുവായൂരപ്പ എന്ന് ടൈപ്പ് ചെയ്തിടും കേട്ടോ. ചർച്ച തുടരാം. ഈ ഗർഗഭാഗവതം ഗർഗമുനി ശൗനകാദി ഋഷികൾക്ക് പറഞ്ഞു കൊടുത്തതാണ്. എന്നിട്ട് അദ്ദേഹം തന്നെ പിന്നെ അത് എഴുതിയതാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് നാരദ മഹർഷി ബഹുലാശ്വ രാജാവ്, മിഥിലയിലെ ശ്രീമതി സീതാദേവിയുടെ സ്ഥലമായ മിഥിലയിലെ രാജാവ്, അദ്ദേഹത്തിന് നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുന്നതാണ്. നാരദ മഹർഷി പറയുന്നു, ചർച്ച തുടരുകയാണ്. വെണ്ണ കടഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗോപികമാരെപ്പോഴും ഭഗവാന്റെ ലീലകൾ ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും. നന്ദമഹാരാജൻ്റെ കൊട്ടാരത്തിൽ യശോദാമ്മ അതിരാവിലെ തന്നെ എഴുന്നേറ്റ് വെണ്ണ ഇങ്ങനെ കടഞ്ഞെടുക്കുകയാണ് തൈരിൽ നിന്നും. യശോദാമ്മയുടെ കയ്യിലെ വളകളൊക്കെ ഇങ്ങനെ കിലുങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ നായകൻ, നമ്മുടെ സ്വന്തം ഗുരുവായൂരപ്പൻ ഓടി വന്ന് യശോദാമ്മയുടെ മുമ്പിൽ വന്നിട്ട് പല രീതിയിൽ നൃത്തം ചെയ്യാൻ തുടങ്ങി. എനിക്കും വെണ്ണം വേണം, എനിക്കും വെണ്ണ വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് യശോദാമ്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യശോദാമ്മ ഇങ്ങനെ വെണ്ണ കടഞ്ഞെടുക്കുന്നതിനനുസരിച്ച് ഭഗവാനും ആ കയ്യിലെ വളകളുടെ കിലുക്കത്തിനനുസരിച്ച് ഭഗവാനും അതിനനുസരിച്ച് താളം പിടിച്ചുകൊണ്ട് നൃത്തം ചെയ്യുകയാണ്. അതിനനുസരിച്ച് ഭഗവാന്റെ ആഭരണങ്ങളും ഭഗവാൻ അതിനനുസരിച്ച് കിലുക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചുകുട്ടിയെ പോലെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക, തുള്ളിച്ചാടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൈയൊക്കെ അനക്കി. എന്നിട്ട് വീണ്ടും വീണ്ടും അമ്മയടുത്ത് പറയും, എനിക്ക് വെണ്ണ വേണം, എനിക്ക് വെണ്ണ വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയാം. അപ്പോഴേക്കും ഭഗവാന് ദേഷ്യം വന്നു, യശോദാമ്മ പറഞ്ഞത് കേൾക്കാത്തതുകൊണ്ട്. ഉടനെ കയ്യിൽ ഒരു രത്നം എടുത്തു എന്നാണ് പറയുന്നത്. ഒരു രത്നം എടുത്തിട്ട് അത് ഒരു മിനിറ്റ്, അന്നേരം ഒരു വൈദൂര്യ രത്നം എടുത്തിട്ട് അത് ആ ചട്ടി എടുത്തങ്ങ് പൊട്ടിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് പൊട്ടിച്ചിട്ട് ഭഗവാൻ ഓടിയെന്നുള്ളതാണ്. യശോദാമ്മ പുറകെ ഓടുകയാണ്. യശോദാമ്മ വളരെ വേഗത്തിൽ ഓടിയിട്ടും ഭഗവാൻ ഒരു കൈ ദൂരത്തായിരുന്നു. എന്നിട്ട് തളർന്നിട്ട് ഓടിയപ്പോഴും ഒരു കൈ ദൂരത്ത്. എന്നാൽ ഇവിടെ നാരദ മഹർഷി പറയുകയാണ്, ഇതിൽ വലിയ അത്ഭുതമില്ല. കാരണം വലിയ വലിയ യോഗിമാർ പോലും ഭഗവാനെ പിടിക്കാൻ നടക്കും, എന്നിട്ടും ആളിനെ പിടിക്കാൻ കിട്ടുന്നില്ല. പിന്നെ എങ്ങനെയാണ് അമ്മയുടെ മടിയിലേക്ക് ഭഗവാൻ നിസ്സാരമായിട്ട് പോകുന്നത്?
എന്നിട്ട് മിഥിലയിലെ ബഹുലാശ്വരാജനോട് പറഞ്ഞു. പക്ഷെ എന്നാലും ഭഗവാന്റെ ഭക്തരുടെ അധീനതയിലാകുന്ന ഭക്തവത്സലനാണ് ഭഗവാൻ. അതുകൊണ്ട് തന്നെ പിടികൊടുത്തു. യശോദാമ്മ പിടിച്ചു. എന്നിട്ട് ദേഷ്യത്തോടു കൂടി ഉണ്ണിക്കണ്ണനെ കയറ് വെച്ച് കെട്ടി എന്നുള്ളതാണ്, ഒരു ഉരലിലുമായിട്ട്. കെട്ടാൻ നോക്കിയപ്പോൾ കയറ് ചെറുതായി. അന്നേരം ഈ ഭൗതിക സംസാര സാഗരത്തിനുമൊക്കെ ഈ ബ്രഹ്മാണ്ടങ്ങൾക്കൊക്കെ അപ്പുറത്തായിട്ടുള്ള ഭഗവാനെ എങ്ങനെയാണ് ഇതിനകത്തുള്ളൊരു കയറ് വെച്ച് കെട്ടാൻ പറ്റുന്നില്ലേ? അതിന് കെട്ടാനേ പറ്റുന്നില്ല. യശോദാമ്മ വീണ്ടും വീണ്ടും നോക്കി. അപ്പോഴെല്ലാം ഈ 2 വിരലിൻ്റെ ഗ്യാപ്പ് വരും എന്നുള്ളതാണ്. 2 വിരലിൻ്റെ ഗ്യാപ്പ് വരും. യശോദാമ്മ ആകെ വിഷമിച്ചു, പരിഭ്രാന്തയായി. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. കാരണം എന്താ, ഇവൻ്റെ കുസൃതി ഇങ്ങനെ വിട്ടുകൊടുക്കാനും പറ്റത്തില്ല. കാരണം ഇവൻ്റെ കുസൃതി ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ ഇനിയും കൂടുതൽ കുസൃതിക്കേട് കാണിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇവനെ എന്തായാലും ഒരു പാഠം പഠിപ്പിച്ചേ പറ്റുമെന്ന് പറഞ്ഞിട്ട് യശോദാമ്മ ആകെ വിഷമിച്ചു. കയറ് വെച്ച് കെട്ടാനും പറ്റുന്നില്ല. അത് യശോദാമ്മയുടെ വിഷമം കണ്ടിട്ട് അവസാനം ഭഗവാൻ തന്നെ കയറ് വെച്ച് കെട്ടുകയാണ്. എന്നിട്ട് ഇവിടെ നാരദ മഹർഷി പറയുന്നു, ഭഗവാൻ ബന്ധിതനായി യശോദാമ്മയുടെ ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ. ഈ ഒരു കാരുണ്യം ആർക്കും ഭഗവാൻ കൃഷ്ണൻ ഇതുവരെ കൊടുത്തിട്ടില്ലെന്ന്. വലിയ വലിയ തത്വചിന്തകന്മാർക്കോ വിരക്തിയിൽ ജീവിക്കുന്ന യോഗികൾക്കോ അല്ലെങ്കിൽ ഭൗതിക ആസ്വാദനത്തിന് വേണ്ടി ജീവിക്കുന്ന കർമ്മികൾക്കോ ഈ ഒരു സൗഭാഗ്യം ഭഗവാൻ ഒരിക്കലും കൊടുത്തിട്ടില്ല. ഭഗവാൻ ഒരു പക്ഷെ അവർക്ക് മോക്ഷം കൊടുക്കും, ആസ്വാദനത്തിനുള്ള അവസരങ്ങളും കൊടുക്കും. പക്ഷെ ഭഗവാൻ ഭക്തി ഒരിക്കലും കൊടുക്കത്തില്ല എന്ന് നാരദ മഹർഷി പറയുന്നു. കാരണം ഭക്തി കൊടുത്തു കഴിഞ്ഞാൽ, ഭക്തി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? പരിശുദ്ധ ഭക്തി. ഭക്തി കൊടുത്തു കഴിഞ്ഞാൽ ഭഗവാൻ ആ ഭക്തൻ്റെ അധീനതയിലാവും. അതുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ ഭക്തി കൊടുക്കത്തില്ല. ഭക്തി എന്ന് പറഞ്ഞാൽ ഭഗവാനെ നിയന്ത്രിക്കാനുള്ള ചാവിയാണ്. ഭക്തി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഭക്തൻ്റെ വശത്താണ് ഭഗവാൻ. പിന്നെ ഭഗവാന് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. അതെങ്ങനെ? അതായത് നമ്മൾ ഈ പല കഥകളിലും കേൾക്കുന്ന പോലെ ഈ ഭൂതത്തെയൊക്കെ പിടിക്കുന്ന പോലെ അങ്ങനെയാണോ? അല്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ആരെങ്കിലും വളരെയധികം സ്നേഹിക്കുകയാണെങ്കിൽ ആ വ്യക്തി പറയുന്നതിനെ നമുക്ക് മറുത്തെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം അവർക്ക് വിഷമാവുന്നുള്ളത്. അതേപോലെ ഭഗവാൻ അങ്ങ് നിസ്സഹായ അവസ്ഥയിലാകും, ഭക്തൻ്റെ കൺട്രോളിലായി പോകും, പരിശുദ്ധ കൃഷ്ണഭക്തിയുടെ നിയന്ത്രണത്തിലായി പോകും ഭഗവാൻ കൃഷ്ണൻ. അതുകൊണ്ടാണ് രാധാറാണി പറയുന്നതിനപ്പുറം ഭഗവാൻ കൃഷ്ണൻ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഫുൾ കൺട്രോളിലാണ്, രാധാറാണിയുടെ കൺട്രോളിലാണ്. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ഭാര്യ ഭർത്താവിനെ നിയന്ത്രിക്കും. അത് പൊതുവേ പല രീതിയിലുള്ള ഭാര്യ ഭർത്താവ് ബന്ധങ്ങളുണ്ട്. പക്ഷെ ഒരു മാതൃകാപരമായിട്ടുള്ള ഭാര്യ ഭർത്താവ് ബന്ധത്തിൽ യഥാർത്ഥ സ്നേഹം രണ്ടുപേരും തമ്മിലുണ്ടെങ്കിൽ ആ ഭാര്യ എപ്പോഴും ഭർത്താവിനെ നിയന്ത്രിക്കുക അവരുടെ സ്നേഹം കൊണ്ട്. അന്നേരം പുറമേ നോക്കുമ്പോൾ അതൊരു പേടി കൊണ്ടാണെന്ന് തോന്നും, പക്ഷേ അത് ഒരു സ്നേഹം കൊണ്ടാണ്. അതെ, യഥാർത്ഥ ദാമ്പത്യ ബന്ധത്തെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുന്നത്. അന്നേരം അതേപോലെ ഭഗവാൻ നമ്മുടെ എല്ലാവരുടെയും പതിയാണ്. നമ്മളെല്ലാവരും ഭഗവാന്റെ ശക്തിയാണ്. അപ്പോൾ നമ്മളുടെ ഉള്ളിൽ ഭഗവാനോട് ആ പരിശുദ്ധ പ്രേമഭക്തി ഉണ്ടെങ്കിൽ പിന്നെ ഭഗവാൻ നമ്മുടെ നിയന്ത്രണത്തിലാവും. അതുകൊണ്ട് ഭഗവാൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നു. പക്ഷേ നമുക്ക് ഭഗവാനോട് അത്രയ്ക്ക് സ്നേഹമുണ്ടെങ്കിൽ പിന്നെ നമ്മളെ വിഷമിപ്പിക്കുന്ന ഒന്നും ഭഗവാന് ചെയ്യാൻ കഴിയില്ല. അന്നേരം ഭക്തരെ വിഷമിപ്പിക്കുന്നത് എന്തായിരിക്കും? ഭൗതികമായിട്ടുള്ള ഒരു കാര്യം അവരെ വിഷമിപ്പിക്കില്ല. അവർക്ക് ഭഗവാന് മാത്രം മതി. ഭഗവാൻ ഇല്ലെങ്കിലാണ് അവർക്ക് വിഷമം. മനസ്സിലായില്ല? അന്നേരം അതൊരു പ്രത്യേകതരം ഒരു സ്നേഹബന്ധമാണ്. അത് ഈ ലോകത്ത് നമുക്കൊരിക്കലും കാണാൻ കഴിയില്ല. അന്നേരം ഭഗവാൻ എല്ലാവർക്കും ആ ഭക്തി കൊടുക്കാറില്ല. ഭഗവാൻ മോക്ഷം കൊടുക്കും, ആസ്വാദനത്തിനുള്ള അവസരം കൊടുക്കും, സിദ്ധികൾ കൊടുക്കും, ഭക്തി മാത്രം കൊടുക്കത്തില്ല.
അപ്പോഴേക്കും അന്നേരം ഭഗവാൻ ഇങ്ങനെ കെട്ടിവെച്ചു. ഉടൻ തന്നെ ഗോപികമാരെല്ലാം ഓടി അവിടെ എത്തി. എന്നിട്ട് ചട്ടിയെല്ലാം പൊട്ടിക്കിടക്കുന്നത് കണ്ടു. എന്നിട്ട് ഭഗവാൻ പേടിച്ചിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് കണ്ടു. എന്നിട്ട് ഭഗവാൻ ഇങ്ങനെ ഉരുളിങ്ങനെ നല്ല ടൈറ്റായിട്ട് ഇങ്ങനെ കെട്ടിയിരിക്കുന്നതായിട്ട് കണ്ടു. അനങ്ങാൻ പോലും പറ്റാതെ അവർക്ക് ഒരുപാട് കാരുണ്യം തോന്നി, ഒരുപാട് വിഷമം തോന്നി ഭഗവാനോട്. ഗോപികമാർ പറഞ്ഞു, നമ്മുടെ വീട്ടിലും കുട്ടികളൊക്കെ ചട്ടിയൊക്കെ പൊട്ടിക്കാറുണ്ട് യശോദ, എന്നാലും ഇങ്ങനൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ. നിനക്കെന്താ ഒട്ടും കാരുണ്യമില്ല? നിനക്ക് നിൻ്റെ കുട്ടിയുടെ ഒരു സ്നേഹമില്ലേ? നീ വ്രജത്തിലെ റാണിയല്ലേ? ആ കുട്ടിയെ വേണമെങ്കിൽ വടി വെച്ച് അടിക്കൂ. അല്ല, ഇവിടെ പറയുന്നു വേറെ ഒരു ചട്ടി പൊട്ടിച്ചതിനാണോ നീ വടിയും വെച്ച് ആ കുട്ടിയെ അടിക്കുന്നത്, ഇങ്ങനെ കയറ് വെച്ച് കെട്ടുന്നതൊക്കെ? അന്നേരം നാരദമഹർഷി പറയുകയാണ്, ഇതെല്ലാം പറഞ്ഞതിന് ശേഷം യശോദാമ്മ അതൊന്നും അത്ര ഗൗരവത്തോടുകൂടി എടുത്തില്ല. കാരണം എന്താ, യശോദാമ്മ ആരെന്ത് പറഞ്ഞാലും എൻ്റെ കുട്ടിയെ എന്നെ മര്യാദ പഠിപ്പിച്ചേ പറ്റൂ. കാരണം അവ ഇപ്പോൾ വഷളായിക്കൊണ്ടേ ഇത്രയും വെണ്ണയും തൈരും പാലും ഒക്കെ ഇവിടെ ഉണ്ടായിട്ടും നാട്ടുകാരുടെ വീട്ടിലെല്ലാം പോയി മോഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ മുമ്പിൽ വെച്ചിട്ട് എൻ്റെ ചട്ടി പൊട്ടിച്ചു എന്നുള്ളതാണ്. അന്നേരം ഈ ഒരു കുസൃതി ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ അവ ഇപ്പം ഇങ്ങനെയാണെങ്കിൽ പിന്നെ വലുതാകുമ്പോൾ എന്തുവരെ? വലുതാകുമ്പോൾ പിന്നെ ഒന്നും പറയണ്ട. യശോദാമ്മയുടെ കാൽക്കുലേഷൻ തെറ്റിയില്ല, കണക്ക് കൂട്ടൽ കറക്റ്റായിരുന്നു. കുട്ടിക്കാലത്തെ ഇങ്ങനെയാണെങ്കിൽ പിന്നെ വലുതാകുമ്പോൾ അതേപോലെ തന്നെ ആയി അല്ലേ? ആളുടെ കുസൃതിയും വികൃതിക്കും ഒരു കുറവില്ലായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ നമ്മുടെ ഓരോ ജീവിതത്തിൽ ഓരോ കുസൃതിത്തരവും കാണിച്ചിട്ടുണ്ട്. നമ്മളെ പ്രലോഭിപ്പിക്കും മായൽ വീഴാനായിട്ട്, എന്നിട്ട് അതിൻ്റെ പുറകെ പോകുമ്പോൾ അടിയും തരും. ഗുരുവായൂരപ്പൻ്റെ കളിപ്പാട്ടങ്ങളാണ് നമ്മളെല്ലാവരും അല്ലേ? ആള് നമ്മളെ വെച്ച് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹരേ കൃഷ്ണ. അന്നേരം ആദ്യം നമ്മൾ ഭക്തിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെ ഇങ്ങനെ പ്രലോഭിപ്പിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകും. എന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ അടിയും കിട്ടും. എന്നിട്ട് നമ്മൾ വീണ്ടും ഭക്തിയിൽ. എന്തിനു വേണ്ടിയാണ് നമ്മളെ കിട്ടി ഇങ്ങനെ കളിപ്പിക്കുന്നത്? നമുക്ക് ഈ ലോകമായിട്ടുള്ള എല്ലാ ആസക്തികളും മാറ്റാൻ വേണ്ടി. നമുക്ക് തോന്നും ആളൊരു കുട്ടിക്കളി കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. പക്ഷേ നമ്മുടെ കുട്ടിക്കളി മാറ്റാൻ വേണ്ടിയാണ് ഭഗവാൻ നമ്മളെ ഇങ്ങനെ ഇട്ട് കളിപ്പിക്കുന്നത്. അതായത് നമ്മൾ യഥാർത്ഥ ജീവിതത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ. യഥാർത്ഥ ജീവിതം എന്താ? ഗോലോക വൃന്ദാവനത്തിൽ ഒരു ഗോപനായിട്ടോ ഗോപികയായിട്ടോ അവിടെ ജീവിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. എന്നാൽ ഇവിടെ യശോദാമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കിപ്പോയി. അപ്പോഴേക്കും ഭഗവാൻ ഉണ്ടായിരിക്കും. എങ്ങനെ മറ്റുള്ളവർക്കൊരു പണി കൊടുക്കുക എന്ന് പറഞ്ഞ് ചിന്തിക്കുകയാണ് ഭഗവാൻ അല്ലേ? കാരണം ഭഗവാൻ എന്ത് ചെയ്തു? മെല്ലെ മെല്ലെ ആ ഉരലിനെയും വലിച്ച് കൂട്ടുകാരുമായിട്ട് അങ്ങനെ വലിച്ചങ്ങ് പോവുക എന്ന് പറയുന്നു. എന്നിട്ട് ഭഗവാന്റെ വയറിലാണ് ഇത് കെട്ടി വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഭഗവാൻ നല്ല ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉരുട്ടി വലിച്ച് അവസാനം ഇത്രയും സ്ഥലം അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്. കറക്റ്റ് രണ്ടും മരത്തിൻ്റെ ഇടയിൽ കൂടെ തന്നെ പോയെന്നല്ല. നമുക്കറിയാം അർജുന വൃക്ഷങ്ങൾ അല്ലേ? അന്നേരം ആ കറക്റ്റ് ആ മരത്തിൻ്റെ ഇടയിൽ കൂടെ തന്നെ ആ ഉരലിനെ വലിച്ചു കൊണ്ടുപോയി. അപ്പോഴേക്കും ഉരലുടക്കി ഉടൻ തന്നെ ഭഗവാൻ ഒന്ന് ആഞ്ഞു പിടിച്ചപ്പോഴത്തേ രണ്ട് മരം ടപ്പെന്ന് പറഞ്ഞ് വീണെന്നുള്ളതാണ്. ഒരു നല്ല ഉയരമുള്ള മരമായിരുന്നു. ആ മരം വീണതോട് കൂടി അതിതേജസ്വിയായിട്ടുള്ള രണ്ട് ദേവന്മാർ അതിൽ നിന്ന് പുറത്തു വന്നു. അഗ്നിയെപ്പോലെ ജ്വലിച്ചു നിൽക്കുന്ന രണ്ട് യുവാക്കൾ. എന്നിട്ട് ദാമോദരനായ ഭഗവാനെ ഇങ്ങനെ പ്രദക്ഷിണം ചെയ്തു. ഭഗവാന്റെ തൃപ്പാദം തൊട്ട് നമസ്കരിച്ചു. പ്രദക്ഷിണം ചെയ്തു, വീണ്ടും പ്രദക്ഷിണം ചെയ്തു, വീണ്ടും നമസ്കരിച്ചു. എന്നിട്ട് ഭഗവാന്റെ മുമ്പിൽ ഇങ്ങനെ കൈകൂപ്പി നിൽക്കുകയാണ്. എന്നിട്ട് ദേവന്മാർ പ്രാർത്ഥിക്കുക, രണ്ട് ദേവന്മാരും പ്രാർത്ഥിക്കുകയാണ്. അച്യുത, അങ്ങേ കണ്ടതോടുകൂടി ആ ബ്രാഹ്മണ ശാപത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടിരിക്കുകയാണ്.
നമ്മളൊരിക്കലും അങ്ങയുടെ ഭക്തരെ വിഷമിപ്പിക്കാൻ പാടില്ല. അങ്ങയെ നമ്മൾ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു കൃഷ്ണ. അങ്ങ് ഗോവിന്ദനാണ്, പശുക്കൾക്ക് ആനന്ദം നൽകുന്നവനാണ്. അങ്ങ് ഇന്ദ്രിയങ്ങൾക്ക് ആനന്ദം നൽകുന്ന ആളാണ്. അങ്ങ് ഈ ലോകത്തിൻ്റെ മംഗളം നൽകുന്ന ആളാണ്. അങ്ങ് കാരുണ്യ സമുദ്രമാണ്. അങ്ങ് ദാമോദരനാണ്. അതായത് കരുണാനിധയേ തുഭ്യം ജഗന്മംഗളശീലിനേ ദാമോദരായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. സുഖല്ലേ? അടുത്ത് പറയുന്നു, നാരദ മഹർഷി പറയുന്നു, അങ്ങനെ ഹരിയുടെ മുമ്പിൽ രണ്ട് ദേവന്മാരും ഇങ്ങനെ നമസ്കരിച്ചിട്ട് അവർ വടക്ക് ദിശ അവരുടേതായിട്ടുള്ള ലോകങ്ങളിലേക്ക് പോയി. അപ്പോഴേക്കും നന്ദമഹാരാജും ബാക്കിയുള്ള ഗോപന്മാരൊക്കെ ഓടി വന്ന് ശബ്ദം കേട്ടിട്ട് അവർ വന്ന് ചോദിച്ചു, ഈ രണ്ട് മരങ്ങൾ എങ്ങനെ വീണു? അപ്പോഴത്തേക്കും കുട്ടികൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ആ കുട്ടികൾ പറഞ്ഞു, കൃഷ്ണനാണ് ഈ രണ്ട് മരങ്ങളെയും വീഴ്ത്തിയത്. ആ മരത്തിൽ നിന്നും അതിതേജസ്വിയായിട്ടുള്ള രണ്ട് ദേവന്മാർ വന്നു. അവർ ഭഗവാന്റെ മുമ്പ് ഇങ്ങനെ തൊഴുതിട്ട്, അതായത് ഞാൻ ഭഗവാൻ എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു, അവർ ഈ കൃഷ്ണൻ്റെ മുമ്പിൽ തൊഴുതു, എന്നിട്ട് അവരങ്ങ് വടക്കോട്ട് പോയെന്ന് പറഞ്ഞു. അപ്പോൾ നാരദ മഹർഷി തുടരുകയാണ്. ഇത് കേട്ടിട്ട് ഗോപന്മാർ ഒട്ടും വിശ്വസിച്ചില്ല. എന്നിട്ട് നന്ദമഹാരാജ് വന്ന് കയറഴിച്ചു. എന്നിട്ട് നന്ദമഹാരാജ് ഉണ്ണിക്കണ്ണനെ മടിയിലിരുത്തി കെട്ടിപ്പിടിച്ചു. വീണ്ടും വീണ്ടും ഭഗവാനെ ഇങ്ങനെ ആലിംഗനം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് യശോദാമ്മ ഒരുപാട് വഴക്ക് പറഞ്ഞു. എന്നിട്ട് ബ്രാഹ്മണർക്ക് ഒരു 100 പശുക്കളെ ദാനമായിട്ട് നൽകി. എന്നിട്ട് ഇവിടെ ബഹുലാശ്വ രാജാവ് ചോദിക്കുകയാണ്, ഈ രണ്ട് ദേവന്മാർ ആരായിരുന്നു? ദേവർഷേ, ബഹുലാശ്വ രാജാവ് ചോദിക്കും, ഈ രണ്ട് ദേവന്മാർ ആരായിരുന്നു? അവരെങ്ങനെയാണ് ഈ അർജുന വൃക്ഷങ്ങളായത് എന്ന് പറയാൻ പറ്റും. അപ്പോൾ നാരദ മഹർഷി പറയുകയാണ്, അവർ നളകുബേരനും മണിഗ്രീവൻ എന്ന് പറഞ്ഞ രണ്ട് ദേവന്മാരായിരുന്നു. കുബേരൻ്റെ മക്കളായിരുന്നു. അവർ നന്ദനവനത്തിൽ ദേവലോകത്തെ ഗംഗാതീരത്ത്, ദേവലോകത്തും ഗംഗാദേവി ഉണ്ടല്ലോ, അന്നേരം ആ ഗംഗാതീരത്തായിട്ട് നന്ദനവനത്തിൽ അവർ ഉല്ലസിക്കുകയായിരുന്നു. അവർ വരുണി എന്ന് പറയുന്ന ആ ഒരു മദ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവരുടെ ആ സ്വത്ത് വകയിലും സമ്പത്തിലും ഒക്കെ ഉന്മത്ത അവസ്ഥയിലായിരുന്നു. അവർ പല അപ്സരസ്സുകളുമായിട്ട് അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ വസ്ത്രം പോലും ധരിക്കാതെ. ആ സമയത്ത് ദേവല എന്ന് പറയുന്ന ഋഷി ഈ രണ്ട് പേരെയും കണ്ടു. എന്നിട്ട് അവരോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ നാണം കെട്ട് അഹങ്കാരികളായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ മരങ്ങളായി പോകട്ടെ എന്ന്. നിങ്ങൾ ഭൂമിയിൽ ഒരു 100 വർഷം മരങ്ങളായിട്ട് ജീവിക്കുന്നു. എന്നിട്ട് ദ്വാപരയുഗത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഭഗവാൻ ലീലകൾ ചെയ്യാനായിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ഭഗവാനെ നേരിട്ട് കാണും, ഗോലോകനാഥനെ കാണും. ആ ദാമോദരനാൽ നിങ്ങൾക്ക് മോക്ഷം ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ ദേവലോകത്തേക്ക് തിരിച്ചെത്തുന്നത്. അങ്ങനെ ദേവല മുനിയുടെ ശാപത്താലാണ് നളകുബേരന്മാർ മരങ്ങളായതും പിന്നെ ഭഗവാന്റെ കാരുണ്യത്താൽ അവർക്ക് മോക്ഷം കിട്ടിയത്. ഓക്കെ, അന്നേരം നമ്മൾ ഭാഗവത്തിൽ കേൾക്കുന്നത് നാരദ മഹർഷിയിലൂടെയാണെന്നാണ്. അന്നേരം ഇവിടെ നാരദ മഹർഷി പറയുന്നത് എന്താ പറയുന്ന ബഹുലാശ്വ രാജാവിനോട് പറഞ്ഞ ദേവല ഋഷി ആണ് ശപിച്ചതെന്ന്. അന്നേരം ഇതിലേതായിരിക്കും സത്യം? രണ്ടും സത്യമാകാൻ സാധ്യതയുണ്ട്. കാരണം ഇത് പറയുന്നത് നാരദ മഹർഷി തന്നെയാണ്. അന്നേരം ഒരു പക്ഷേ നാരദ മഹർഷി ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കത്തില്ല, ദേവല ഋഷിയും കൂട്ടത്തിൽ കാണുമായിരിക്കും. അന്നേരം ഞാൻ കാരണം അനുഗ്രഹം കിട്ടിയെന്ന് അവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ലായിരിക്കും നാരദ മഹർഷി. അതുകൊണ്ടായിരിക്കും നാരദ മഹർഷി പൊതുവേ മഹാചാര്യനാണ്, മഹാവൈഷ്ണവനാണ് നാരദ മഹർഷി. അതുകൊണ്ടായിരിക്കും അവിടെ ദേവ ഋഷിയുടെ പേരും കൂടെ പറഞ്ഞത്. ഓക്കെ, ഇത് നമുക്ക് ചർച്ച തുടരാം. ഇനി ദുർവാസ മുനിക്ക് എങ്ങനെ സൗഭാഗ്യം ലഭിച്ചു ഭഗവാനെ കാണാനുള്ള ചർച്ച തുടരാം. ഒരു ദിവസം ദുർവാസ മുനി
വ്രജത്തിൽ വന്നു ഭഗവാനെ കാണാനായിട്ട്. അവിടെ മഹാവനത്തിൻ്റെ അടുത്തായിട്ട് വന്നു യമുനാ തീരത്ത് ഭഗവാനെ കണ്ടു എന്നുള്ളതാണ്. ഭഗവാനെ കണ്ടപ്പോൾ കോടാനുകോടി കാമദേവന്മാരെ കാട്ടി അതീവ സുന്ദരനായിട്ട് ഭഗവാനെ കണ്ടു. എന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്യുമായിരുന്നു? മണ്ണിൽ കിടന്ന് ഇങ്ങനെ ഉരുളുകയായിരുന്നു നമ്മുടെ ഗുരുവായൂരപ്പൻ. എന്നിട്ട് മറ്റു കൂട്ടുകാരുമായിട്ട് അടി കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് അവരുമായിട്ട് ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ആ അടി കൂടിയതിൻ്റെ ഓട്ടത്തിൻ്റെ ഇടയിൽ വസ്ത്രമെല്ലാം അഴിഞ്ഞു പോയി. എന്നിട്ട് ദേഹം മുഴുവൻ മണ്ണുമായിരിക്കുകയാണ്. ഭഗവാന്റെ പീതാംബരമൊക്കെ അഴിഞ്ഞു പോയി. അന്നേരം ഇത് കണ്ടപ്പോൾ ദുർവാസ മുനിക്ക് വലിയ അത്ഭുതമായി. ഇതാണ് ഇവിടെ ഭഗവാൻ. ഇതെന്ത് ഭഗവാനാണ്? കൂട്ടുകാരായിട്ട് കളിച്ച് ചിരിച്ച് വസ്ത്രം പോലും അടികൂടി പോയെന്ന്. അന്നേരം ഉടനെ ഋഷി പറഞ്ഞേ, ആ ഭഗവാൻ ഇത് പരമദിവ്യോത്തമ പുരുഷൻ, അദ്ദേഹമാണല്ലോ കൃഷ്ണനായിട്ട് വന്നതെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അദ്ദേഹം ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നാഥനാണ്. അദ്ദേഹം എങ്ങനെ ഈ മണ്ണിൽ കിടന്ന് ഇങ്ങനെ ഉരുളുന്നത്? അന്നേരം ഇവിടെ ദുർവാസാമുനി കാണുന്നത് ഭഗവാന്റെ വസ്ത്രം എല്ലാം പോയി, എന്നിട്ട് ദേഹം മുഴുവൻ മണ്ണ് പരണ്ട് കിടക്കുന്നു. അന്നേരം ദുർവാസാമുനി പറഞ്ഞേ, ഇത് നന്ദൻ എന്ന് പറയുന്ന ഗോപൻ്റെ ഒരു മകനായിരിക്കും, ഇത് ഞാൻ ഉദ്ദേശിച്ച ഭഗവാനൊന്നും അല്ലെന്ന് തോന്നുന്നു. അന്നേരം നാരദ മഹർഷി അങ്ങനെ ദുർവാസ മുനി ആകെ പരിഭ്രാന്തനായി. അപ്പോൾ ഉടനെ ഭഗവാൻ കൃഷ്ണൻ എന്ത് ചെയ്യുമെന്നറിയാം? ആ മണ്ണും പുരണ്ട് ഫുൾ അഴുക്കായിരിക്കുകയാണ്, ഫുൾ ചെളിയൊക്കെ ആയിട്ടിരിക്കുകയാണ്. കാരണം യമുനാ തീരത്താണ് കളിക്കുന്നത്. അന്നേരം യമുനാ തീരത്തെ മണ്ണ് എങ്ങനെയായിരിക്കും? കുഴഞ്ഞിരിക്കുകയായിരിക്കും. അന്നേരം പൊടി മാത്രമല്ല, ചെളിയായിട്ട് വസ്ത്രം. ചിരി വരുമ്പോൾ ഓർക്കുമ്പോൾ ചിരി. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ ഗുരുവായൂരപ്പനെ വസ്ത്രം എല്ലാം കളഞ്ഞിട്ട് കൂട്ടുകാരായിട്ട് അടി കൂടിക്കൂടി എന്നിട്ട് ദേഹം മുഴുവൻ ചെളിയായിട്ടിരിക്കുകയാണെന്നുള്ളത്. അന്നേരം ഇങ്ങനെ ദുർവാസ മുനി ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഭഗവാൻ കൃഷ്ണൻ എന്ത് ചെയ്തു? നേരെ വന്ന് ദുർവാസ മുനിയുടെ മടിയിൽ വന്നിരുന്നു. ഷോ, എന്തുവാ ദുർവാസ മുനിയുടെ ആ ഭാഗ്യം! ഹരേ കൃഷ്ണ. മേലാകെ കൊതി ധരിക്കുന്നു അല്ലേ? എന്തു ധരിക്കല്ലേ? എന്നിട്ട് മടിയിൽ നിന്ന് എഴുന്നേറ്റിട്ട് ചിരിച്ചുകൊണ്ട് കുറച്ച് എന്തൊക്കെയോ പറഞ്ഞിട്ട് ഒരു കൊച്ചു സിംഹക്കുട്ടി ഇങ്ങനെ നോക്കുന്ന പോലെ ഇങ്ങനെ ചിരിച്ച് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ട് ഭഗവാൻ കൃഷ്ണൻ വീണ്ടും അടുത്ത് വന്നു. ഹരേ കൃഷ്ണ. ഒന്ന് ആലോചിച്ചു നോക്കണം. അന്നേരം ദുർവാസ മുനി ഭഗവാനെ കണ്ടു. അപ്പം ഇത് ഭഗവാനാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴേക്കും ഭഗവാൻ മടിയിൽ വന്ന് ഇങ്ങനെ ഇരുന്നു. എന്നിട്ട് ചിരിച്ചിട്ട് പോയി, കുറച്ച് കാര്യങ്ങൾ പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത് വന്നിട്ട് എന്തൊക്കെയോ സംസാരിച്ചു. ഇങ്ങനെ ഭഗവാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദുർവാസ മുനി ഭഗവാന്റെ ശ്വാസത്തിലൂടെ അകത്തോട്ട് കയറിപ്പോയി. ഭഗവാന്റെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. ഭഗവാനും ഭഗവാന്റെ ശരീരമായിട്ട് വ്യത്യാസമില്ല. അന്നേരം അകത്ത് നോക്കിയപ്പോൾ എന്താ കണ്ടത്? ദുർവാസ മുനി അകത്ത് ആൾക്കാരാരുമില്ല, ഉള്ളിൽ അസംഖ്യം വനങ്ങളും. അന്നേരം ആരുമില്ല, വിജനമായിട്ടുള്ള സ്ഥലം. അപ്പം ദുർവാസ മുനി ചോദിക്കുക, ഞാൻ എവിടെയാണ്? എന്തോ ഒരു വലിയൊരു മലമ്പാമ്പ് ആളിനെ മെഴിഞ്ഞതുപോലെ ആൾക്ക് തോന്നി. എന്നിട്ട് അദ്ദേഹം നോക്കിയപ്പോൾ അസംഖ്യം ബ്രഹ്മാണ്ടങ്ങളും എല്ലാം, ഓരോ ബ്രഹ്മാണ്ടത്തിനകത്തുള്ള 14 ലോകങ്ങളും എല്ലാം, സപ്ത സമുദ്രങ്ങളും സപ്ത ദ്വീപുകളും എല്ലാം ഭഗവാന്റെ ഉള്ളിലായിട്ട് കണ്ടു. എന്നിട്ട് ഉള്ളിലിരുന്നു കൊണ്ട് കോടാനുകോടി വർഷങ്ങൾ ഇദ്ദേഹം തപസ് ചെയ്തു ദുർവാസ മുനി. പിന്നെ ആ പ്രളയത്തിൻ്റെ ആ സമയമായപ്പോൾ ആ പ്രപഞ്ചം വളരെ ഭയാനകമായിട്ട് തോന്നി. എല്ലാ ദിശകളിൽ നിന്നും സമുദ്രത്തിൻ്റെ ജലം ഇങ്ങനെ ശക്തമായിട്ട് വന്നുകൊണ്ടിരിക്കുക.
ഇത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഒരു ഐഡിയ നമുക്ക് കിട്ടും. അതായത് സമുദ്രത്തിൻ്റെ അടുത്ത് നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാലേ, ശക്തമായിട്ട് തിരമാലകൾ വരുന്ന ആ സമുദ്രത്തിൻ്റെ അടുത്ത് നിങ്ങൾ പോയി ഇരുന്നാൽ നമുക്ക് ഭയം തോന്നും, പ്രത്യേകിച്ച് നീന്തൽ അറിയത്തില്ലെങ്കിൽ. ഇനി സുനാമിയുടെ സമയത്തുള്ള ആ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ എന്തുമായിരിക്കും. അന്നേരം പ്രളയത്തിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ 1000 സുനാമി ഒരുമിച്ച് വരുന്ന പോലെ ആയിരിക്കും. അന്നേരം അതേപോലെ എല്ലാ ഭാഗത്തു നിന്നും, അതായത് എത്രയോ കിലോമീറ്റർ മുകളിൽ തിരമാലകൾ ഉയരും എന്നുള്ളതാണ്. ഭയം തോന്നും. അന്നേരം ഇത്രയും ശക്തമായിട്ടുള്ള ഒരു സമുദ്രജലം എല്ലായിടത്തു നിന്നും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് ഒരു കര കാണാനേ പറ്റുന്നില്ലായിരുന്നു. സമുദ്രം മാത്രമായിട്ട് എല്ലാം വെള്ളത്തിലായിരിക്കുകയാണ്. അന്നേരം ഇത് നമുക്ക് എല്ലാവർക്കും വലിയൊരു പാഠമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്ന, നമ്മുടേതെന്ന് കരുതുന്ന എല്ലാ വസ്തുക്കളും, നമ്മുടെ ശരീരം എല്ലാം ഒരു ദിവസം തീരും, അല്ലേ? ഇനി ഒരു മനുഷ്യായുസ്സിനെ നമുക്ക് മറികടക്കാൻ കഴിഞ്ഞാലും ദേവന്മാർക്ക് മരണമുണ്ട്. ദേവന്മാരുടെ ആയുസ്സിനെ നമ്മൾ മറികടന്ന് ബ്രഹ്മദേവൻ്റെ ആ ഒരു ആയുസ് വരെ എത്തിയാലും, ഋഷിമാരുടെ ആയുസ് വരെ എത്തിയാലും പ്രളയത്തിലെല്ലാം വെള്ളത്തിലാവുന്നു. അന്നേരം നമ്മൾ ഈ കാണുന്ന ഈ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വസ്തുവകകളും എല്ലാം നശിക്കുന്നുണ്ട്. മരണം എല്ലാത്തിനെയും നശിപ്പിക്കും. നമ്മൾ ഈശ്വരനിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും മരണത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഭക്തരാണെങ്കിലും മരിക്കണം, ഭക്തരല്ലെങ്കിലും മരിക്കണം. മരണം എന്ന് പറയുന്നത് ഒരു പരമസത്യമാണ്. പക്ഷേ ഭക്തരുടെ മരണം എങ്ങനെയായിരിക്കും? അവർക്ക് ഇനിയൊരു ജന്മം എടുക്കേണ്ടി വരത്തില്ല. കാരണം എന്താ? അവർക്ക് ഇനി ഈ ലോകത്തിൽ തുടരാൻ താല്പര്യമില്ല. അവർക്ക് ഭഗവാന്റെ അടുത്ത് പോകാനാണ് താല്പര്യം. അതുകൊണ്ട് അവർ ഇവിടുന്ന് ശരീരം ഉപേക്ഷിക്കുമ്പോൾ വീണ്ടും ഇവിടെ ജനിക്കേണ്ടി വരത്തില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും, എന്താണ് തെളിവ് തരാൻ ആരുമില്ല. കാരണം തെളിവ് നമുക്ക് കിട്ടത്തില്ല. കാരണം എന്താണ്? നമ്മൾ ഉദ്ദേശിക്കുന്ന തെളിവെന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ടുള്ളൊരു തെളിവാണ്. ആ ഒരു തെളിവ് നമുക്ക് കിട്ടത്തില്ല. ഭൗതികമായിട്ടൊരു തെളിവ് നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല. ആധ്യാത്മിക അനുഭൂതിയിലൂടെ നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ. കാരണം അമേരിക്കയിൽ ഒരാൾ പോയില്ല എങ്കിൽ അമേരിക്ക ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? അമേരിക്കയായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ടായിരിക്കും. അതാണ് ഈ ഗുരുശിഷ്യ പരമ്പര. വേറെ ആചാര്യന്മാരിലൂടെയും ഗ്രന്ഥങ്ങളിലൂടെയും മാത്രമേ നമുക്ക് ഭഗവാന്റെ ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയൂ. കാരണം അത് അത്രയ്ക്ക് സ്പെഷ്യൽ പ്ലേസാണ്. കാരണം വിദേശ രാജ്യങ്ങളിൽ പോകുമെന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അവിടുത്തെ വിസ റെഗുലേഷൻസ് അങ്ങനെ കുറേ ഉണ്ടല്ലോ. അതേപോലെ ഭഗവാന്റെ ലോകത്തേക്ക് പ്രവേശിക്കുന്നത് ഭഗവാന്റെ വീടാണ്. ഇവിടെ എല്ലാവർക്കും പോകാൻ കഴിയുമോ? ഇല്ല. അന്നേരം ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാൽ ഗോലോകപ്രാപ്തിയാണ്. ഒരു ജീവാത്മാവിന് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ ഗോലോകത്തിലേക്ക് പ്രവേശിക്കുക. അതാണ് മുക്തിയുടെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത്. പലതരം മുക്തിയുണ്ട്, പക്ഷേ മുക്തിയുടെ ഏറ്റവും പരമോന്നത അവസ്ഥ എന്ന് പറഞ്ഞാൽ ഗോലോകപ്രാപ്തിയാണ്. ആ ഗോലോകത്തിനകത്ത് എത്രത്തോളം ഭഗവാനുമായിട്ട് അടുത്ത് നമുക്ക് സേവനങ്ങൾ ചെയ്യാൻ പറ്റുമോ അതാണ് ഏറ്റവും വലിയ വിജയം. ഏറ്റവും അടുത്ത് ഭഗവാന്റെ അടുത്ത് നിന്ന് സേവനം ചെയ്യാൻ പറ്റുന്ന അവസരം എന്ന് പറഞ്ഞാൽ ഒരു ഗോപികയ്ക്കാണ്. ഭഗവാന്റെ ഒരു ഗോപികാ രൂപത്തിലൂടെയാണ് നമുക്ക് ഭഗവാന്റെ ഏറ്റവും അടുത്തെത്താൻ പറ്റുന്നത്. അതുകൊണ്ട് ഒരു ജീവാത്മാവ് എത്രത്തോളം ഭഗവാനെ സ്നേഹിക്കുന്നു, എത്രത്തോളം ഭഗവാന് വേണ്ടി സ്വന്തം ജീവിതം ഒരു ത്യാഗപൂർണമാക്കി മാറ്റുന്നോ അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശോ സമ്പത്തോ പേര് പ്രശസ്തി അംഗീകാരം കുറേ ആൾക്കാർ ഫോളോവേഴ്സോ അതൊന്നുമല്ല. ആ ഗോലോകത്തിൽ ഒരു ഗോപിക ആകുക എന്നതാണ് ഒരു ജീവാത്മാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉയർന്ന അനുഗ്രഹം. ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹം ഒരാൾക്ക് കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഗോലോകത്ത് ഗോപിക ആവുക എന്നതാണ്. അതാണ് ഒരു വ്യക്തിക്ക് കിട്ടാനുള്ള ഏറ്റവും വലിയ സൗഭാഗ്യം. അതിനപ്പുറം വേറെ ഒന്നുമില്ല. ആ ഒരു സൗഭാഗ്യം നമുക്ക് തരാൻ പറ്റുന്നത് ശ്രീമതി രാധാരാണി മാത്രമാണ്. ശ്രീമതി രാധാരാണിയുടെ അനുഗ്രഹത്താൽ മാത്രമേ നമുക്ക് ഗോലോക വൃന്ദാവനത്തിൽ ഗോപികയാകാൻ കഴിയൂ. കാരണം ആദ്യ ഗോപികയാണ് ശ്രീമതി രാധാരാണി.
അന്നേരം ആ രാധാറാണിയുടെ സേവനം ചെയ്യാൻ ഒരവസരം കിട്ടുക, ഒരു ഗോപിക ആവുക എന്നതാണ് ഒരു ജീവാത്മാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് ചർച്ച തുടരാം. അപ്പോൾ ദുർവാസാമുനി വിചാരിച്ചു ഇതാണോ ഭഗവാൻ എന്ന്. അന്നേരം പിന്നെ ഭഗവാൻ പറഞ്ഞാൽ ശരി, ഞാൻ കാണിച്ചു തരാം, ഞാൻ ഭഗവാൻ. അപ്പോൾ ഉള്ളിൽ എല്ലാം വെള്ളത്തിലായിരിക്കുകയാണ്, എല്ലാ ബ്രഹ്മാണ്ടത്തിലെ എല്ലാ വസ്തുവകളും. അദ്ദേഹം നീന്തി പല പല ബ്രഹ്മാണ്ടങ്ങളിൽ പോയി, അദ്ദേഹം പല പല സ്വർഗലോകങ്ങളിൽ പോയി, എന്നിട്ട് ബ്രഹ്മാണ്ടത്തിൻ്റെ ഏറ്റവും ഉപരിയായിട്ടുള്ള ബ്രഹ്മലോകത്തേക്ക് എത്തി എന്നുള്ള. അവിടെ ഒരു സുഷിരം കണ്ടു, അതിൽ നിന്ന് ആൾ പുറത്തിറങ്ങി, എന്നിട്ട് അസംഖ്യം ബ്രഹ്മാണ്ടങ്ങളെ കണ്ടു, കാരണജലം കണ്ടു. എന്നിട്ട് ആ കാരണജലത്തിൽ കുമ്പളകൾ പോലെ എത്രയോ ബ്രഹ്മാണ്ടങ്ങൾ ഇങ്ങനെ കിടക്കുന്നു. ആ സമുദ്രത്തെ കണ്ടിട്ട് അത് വിരജ നദിയാണ്. ആ വിരജ നദിയെ കണ്ടപ്പോൾ ആളങ്ങ് ഭയപ്പെട്ടു. വിരജ നദി താണ്ടി അദ്ദേഹം ഗോലോകത്തിലേക്ക് എത്തി. അവിടെ വൃന്ദാവനം കണ്ടു, ഗോവർദ്ധനം കണ്ടു, യമുനാതീരം കണ്ടു. അപ്പോൾ ദുർവാസമുനിക്ക് വലിയ സന്തോഷമായി. എന്നിട്ട് അദ്ദേഹം ഒരു വനത്തിലേക്ക് പ്രവേശിച്ചു. അവിടെ ഗോപന്മാരും ഗോപികമാരും കൂടാനുകൂടി സുരഭി പശുക്കൾ. ഈ പശുക്കളെ കുറിച്ച് കേൾക്കുമ്പോൾ എന്താണെന്നറിയില്ല, ഈ ഇടയായിട്ട് ഒരു അസംഖ്യം പശുക്കൾ നമ്മുടെ ഗോശാലയാണ്. എന്ത് രസമായിരിക്കും അല്ലേ, ഭഗവാൻ കൃഷ്ണനും പശുക്കളുമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ അല്ലേ. അപ്പോൾ അവിടെ കോടാനുകോടി സൂര്യന്മാർ ഒരുമിച്ച് ഉദിച്ചിരിക്കുന്നത് പോലെ അദ്ദേഹം 1,00,000 ഇതളുകൾ ഉള്ള ഒരു താമര കണ്ടു. ആ താമരയുടെ ഉള്ളിലായിട്ട് ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ നാഥൻ, ശ്രീമതി രാധാറാണിയുടെ നാഥൻ അവിടെ ഇരിക്കുന്നതായിട്ട് കണ്ടു. ഭഗവാൻ ചിരിക്കുകയായിരുന്നു. അന്നേരം ഭഗവാൻ ചിരിക്കുന്ന സമയത്ത് ഭഗവാന്റെ വായിൽ നിന്നും ദുർവാസമുനി പുറത്തു വന്നു. അപ്പോൾ വീണ്ടും ഉണ്ണിക്കണ്ണനെ കാണുകയാണ്. അപ്പോൾ ദുർവാസമുനിയുടെ എല്ലാ സംശയവും തീർന്നു. അദ്ദേഹത്തിന് മനസ്സിലായി, കൊച്ചു കുട്ടികളെ പോലെ ലീലകൾ ചെയ്യുന്ന ഈ കുട്ടിയായിട്ട് കാണപ്പെടുന്ന ഇദ്ദേഹം ഇത് സാക്ഷാൽ ഭഗവാനാണ്. വീണ്ടും വീണ്ടും ഭഗവാന്റെ മുമ്പിൽ ഇങ്ങനെ നമസ്കരിച്ചു, കൈകൂപ്പി നമസ്കരിച്ചു. എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. എന്താണ്? എൻ്റെ സമ്പൂർണ്ണ ഹൃദയത്തോടു കൂടി ഞാൻ നന്ദമഹാരാജൻ്റെ ഈ കുട്ടിയെ, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുട്ടിയെ ഞാൻ നമസ്കരിക്കുന്നു. വളരെ മനോഹരമായിട്ടുള്ള ഈ സുന്ദരപുത്രനെ, നന്ദമഹാരാജൻ്റെ ഈ മകനെ ഞാൻ നമസ്കരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ, അങ്ങയുടെ കണ്ണുകൾ താമര ഇതൾ പോലെ ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങയുടെ ചുണ്ടുകൾ ബിംബപ്പഴത്തെ പോലെ ചുവന്നിരിക്കുന്നു. അങ്ങയുടെ നിറം ഘനശ്യാമ നിറം, കാർമുകിൽ നിറം. ഞാൻ അങ്ങയെ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു. അങ്ങയുടെ ആ കാലിലെ കൊലുസിൻ്റെ കിങ്ങിണി ശബ്ദവും, അങ്ങയുടെ ആഭരണങ്ങളുടെ കിലുങ്ങുന്ന ശബ്ദവും, അങ്ങയുടെ 9 രത്നങ്ങൾ കൊണ്ടുള്ള അങ്ങയുടെ അരിഞ്ഞാണം. പിന്നെ ഭഗവാന്റെ അരിഞ്ഞാണത്തിന് 9 രത്നങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ ദുർവാസമുനി പറയുന്നത്. അങ്ങയുടെ കഴുത്തിലുള്ള അതിസുന്ദരമായിട്ടുള്ള ഹാരം, പിന്നെ അതിൻ്റെ ഒരു മാലയുടെ ലോക്കറ്റായിട്ട് സിംഹത്തിൻ്റെ നഖം, പിന്നെ പല പല അലങ്കാരങ്ങൾ അങ്ങയുടെ മുഖത്ത് ഞാൻ കാണുന്നു.
അങ്ങയുടെ ഈ നോട്ടം എൻ്റെ എല്ലാ ദുരിതങ്ങളെയും അകറ്റുന്നു. അങ്ങ് യമുനാ തീരത്ത് സാധാരണ കുട്ടിയെപ്പോലെ കളിക്കുന്നു. ഇതൊക്കെ എന്നെ ഒരുപാട് ആനന്ദിപ്പിക്കുന്നു. വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു. അങ്ങ് ബലരാമൻ്റെ കൂട്ടുകാരനാണ്, നന്ദമഹാരാജൻ്റെ പുത്രനാണ്. അങ്ങയുടെ ശിരസ്സും ഒരു താമരയെ പോലെ തന്നെയാണ്. അങ്ങയുടെ ചന്ദ്രനെ പോലെ ഉദിച്ചിരിക്കുന്ന ആ മുഖത്തിന് അങ്ങയുടെ കേശം വലിയൊരു അലങ്കാരം തന്നെയാണ് എന്ന് പറയുന്നു. അങ്ങനെ സ്തുതിക്കുകയാണ്. എന്നിട്ട് നാരദ മഹർഷി പറയുന്നു, ദുർവാസ മുനി ഋഷികളിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഋഷി ഭഗവാന്റെ മുമ്പിൽ നമസ്കരിച്ചു, ധ്യാനിച്ചു, ഭഗവാനെ സ്തുതിച്ചു. തൃപ്തിയായിട്ട് ഹൃദയം നിറഞ്ഞുകൊണ്ട് ബദ്രി ആശ്രമത്തിലേക്ക് പോയി. എന്നിട്ട് ഇത് ഗർഗമുനി ബഹുലാശ്വ രാജാവിനോട് പറയുകയാണ്. ഇങ്ങനെ നാരദ മഹർഷി ആ ദുർവാസ മുനിക്ക് ദർശനം കൊടുത്ത ആ ലീല ബഹുലാശ്വ രാജാവിന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഗർഗമുനി പറയുകയാണ്, ഞാൻ അങ്ങേക്ക് ഭഗവാന്റെ അതിമനോഹരമായിട്ടുള്ള ഉണ്ണിക്കണ്ണൻ്റെ ലീലകൾ പറഞ്ഞു നൽകി. ഈ ലീലകൾ കലിയുഗത്തിലുള്ള എല്ലാവരുടെ എല്ലാ പാപങ്ങളും തീർക്കാൻ ശക്തമാണ്. നമ്മുടെ എല്ലാ തരത്തിലുള്ള ആഗ്രഹങ്ങളെയും പൂർത്തീകരിക്കാൻ കഴിയും. അങ്ങ് ഇനി എന്താണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ശൗനകാദി ഋഷി പറഞ്ഞു, ഇതിനുശേഷം ബഹുലാശ്വ രാജാവ് നാരദ മഹർഷിയുടെ എന്താണ് ചോദിച്ചത്, അങ്ങ് കാരുണ്യപൂർവ്വം പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഗർഗമുനി പറഞ്ഞു, ഈ ലീലകളെല്ലാം കേട്ടപ്പോൾ മിഥിലയിലെ രാജാവ് നാരദ മഹർഷിയുടെ മുമ്പിൽ നമസ്കരിച്ചു. എന്നിട്ട് ഭഗവാന്റെ ലീലകളെക്കുറിച്ച് ഇങ്ങനെ ചോദിച്ചു എന്ന് പറഞ്ഞു. എന്താണ് ചോദിച്ചത് നമുക്ക് നോക്കാം. ബഹുലാശ്വ രാജാവ് പറഞ്ഞു, ഇതിനുശേഷം ഭഗവാൻ എന്തൊക്കെയാണ് ചെയ്തത് അങ്ങ് എനിക്ക് പറഞ്ഞു തരണേ എന്നെക്കുറിച്ച് പറഞ്ഞു. ഭഗവാനെക്കുറിച്ചുള്ള എല്ലാ ലീലകളും അതിമനോഹരമാണ്. ഭഗവാന്റെ എല്ലാ അവതാരങ്ങളും അതിമനോഹരമാണ്. പക്ഷേ ഭഗവാൻ കൃഷ്ണൻ്റെ ലീലകൾ അതിമനോഹരമാണ്. മാധുര്യം അങ്ങോട്ട് കൂടുകയാണ് അല്ലേ. അപ്പോൾ എല്ലാ പായസങ്ങളും കൊള്ളാം, പക്ഷെ പാൽപ്പായസം എന്ന് പറയുമ്പോൾ കുറച്ച് സ്പെഷ്യലാണല്ലോ അല്ലേ. ഈ പഴങ്ങളെല്ലാം കൊള്ളാം, പക്ഷെ മാമ്പഴം എന്ന് പറയുമ്പം സ്പെഷ്യലാണ്. അതേപോലെ ഭഗവാന്റെ എല്ലാ ലീലകളും കൊള്ളാം, പക്ഷേ ഭഗവാന്റെ ശ്രീകൃഷ്ണ രൂപത്തിലുള്ള ലീലകൾ അതിമനോഹരമാണ് എന്ന് ബഹുലാശ്വ രാജാവ് പറഞ്ഞു. അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, അതിമനോഹരം, അങ്ങ് ഭഗവാൻ കൃഷ്ണനെക്കുറിച്ച് കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം വൃന്ദാവനത്തിൽ ചെയ്ത ലീലകൾ കേൾക്കാൻ അങ്ങ് ആഗ്രഹിക്കുന്നു. അന്നേരം അതെല്ലാം ഞാൻ പറഞ്ഞു തരാം. ഇനി ഞാൻ അങ്ങേക്ക് വൃന്ദാവനത്തിൻ്റെ മഹാത്മ്യം പറഞ്ഞു തരാം. ഇത് ഗോലോകത്തിൽ നൃത്തത്തിൻ്റെ സമയത്ത് ഭഗവാൻ തന്നെയാണ് പറഞ്ഞു കൊടുത്തതെന്ന് പറഞ്ഞു. എന്നിട്ട് പറയുന്നു, വൃന്ദാവനത്തിലെ ഒരു നികുഞ്ചത്തിൽ വെച്ച് സാക്ഷാൽ ഭഗവാൻ കൃഷ്ണൻ തന്നെ രാധാറാണിക്ക് ഗോലോകഖാണ്ഡം കൊടുത്തു എന്ന് പറഞ്ഞു. അത് വൃന്ദാവനത്തിൻ്റെ മഹാത്മ്യം പറയുന്നതാണ്. ആ ഗോലോകഖാണ്ഡം രാധാറാണി എനിക്ക് നൽകിയെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനത് അങ്ങേക്ക് നൽകുകയാണെന്ന് പറഞ്ഞു. അതായത് ഇതുവരെ നമ്മൾ കേട്ട അന്നേരം നമ്മളിപ്പം കേട്ടില്ലേ ഈ കഥകളൊക്കെ. അന്നേരം ഓരോരോ ഖണ്ഡങ്ങളുണ്ടല്ലോ. ഇപ്പം രാമായണത്തിൽ ആരണ്യഖണ്ഡം, ബാലഖണ്ഡം എന്നൊക്കെ പറഞ്ഞു.
അന്നേരം അയോധ്യാകാന്ഡം. അന്നേരം അതേപോലെ ഈ ഗർഗഭാഗവതം പല പല ഖാണ്ഡങ്ങളായിട്ടുണ്ട്. അന്നേരം അതിലെ ഗോലോകഖാണ്ഡമാണ് ഇപ്പം നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. അന്നേരം നാരദ മഹർഷി പറയുകയാണ്, ഈ ഗോലോകഖാണ്ഡം ഭഗവാൻ കൃഷ്ണൻ തന്നെ രാധാറാണിക്ക് പറഞ്ഞു കൊടുത്തതാണ്. എന്നിട്ട് രാധാറാണി സ്വയം എനിക്ക് പറഞ്ഞു തന്നതാണെന്ന് നാരദ മഹർഷി പറയുന്നു അല്ലേ. അവരിവിടെ പറയുന്നു, ഈ ഒരു ഭാഗം ഗോലോകഖാണ്ഡം പഠിക്കുന്നതിലൂടെ നമ്മുടെ എല്ലാ പാപങ്ങളും തീരുകയും നമുക്ക് ഭഗവാന്റെ ഭക്തിയിൽ പുരോഗമിക്കാനുള്ള അവസരവും കിട്ടുമെന്ന് പറയുന്നു. ഹരേ കൃഷ്ണ. അങ്ങനെ ഈ ഒരു ഭാഗം തീരുകയാണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. ഇന്ന് വന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ലീല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും കമൻസിൽ എൻ്റെ സ്വന്തം ഗുരുവായൂരപ്പ എന്ന് ടൈപ്പ് ചെയ്യണം കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഇനി ഭഗവാന്റെ അടുത്ത ലീലകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹരേ കൃഷ്ണ.